കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ കളി കണ്ടപ്പോഴേ മനസ്സിലായി ഇനി ഈ ടീം പ്ലേ ഓഫ് കളിച്ചാലും അവിടുന്ന് തോൽക്കാൻ തന്നെ പോകുന്നു. അതിനും കാട്ടി ഇവിടുന്ന് തോറ്റ് പ്ലേ ഓഫ് കളിക്കാത്തതാണ് നല്ലത്. ഇതിപ്പോൾ ആരെ ഹോം വർക്കിംഗ് ചെയ്തത് വെച്ചാൽ മോഹൻ ബഗാനാണ്. അവർക്കൊരു നല്ലൊരു എയിം ഉണ്ടായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്യാൻ വരും, കിട്ടിയ ചാൻസിൽ ഗോൾ അടിക്കാമെന്ന്. ഇതേ മോഹൻ ബഗാൻ്റെ എതിരെ ഫസ്റ്റ് ലെഗിൽ നമ്മൾ 3-2 തോൽക്കുകയായിരുന്നു. അന്ന് സ്റ്റാറെ കോച്ചായിരുന്നു. അപ്പോൾ ലിസ്റ്റയും കൊലാസോ മൻവീരിനെയൊക്കെ മാർക്ക് ചെയ്യാൻ 5 ഡിഫൻസും കൊണ്ടുവന്നു വരുന്നത്. ഷഹീഫും കൂടി ഉണ്ടായിരുന്നു ഡിഫൻസിൽ. ഇതിപ്പോൾ ലിസ്റ്റിനൊക്കെ വെറുതെ ഫ്രീ ആയി കളിക്കണം, മാർക്ക് ചെയ്യാൻ ആരുമില്ല. ഷോട്ട്, പൊസിഷൻ, പാസിംഗ് അക്യൂറസി എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിനായിരുന്നു. പക്ഷെ ഫൈനൽ തേർഡിൽ ഗോൾ കൺവേർഷൻ മാത്രമില്ല. പോയ കളി നോഹ സദൈനെ എല്ലാവരും കുറ്റം പറഞ്ഞു, ഒരു ഗോൾ ഇപ്പോൾ പുറത്തടിച്ചതിന്. ഇന്ന് ഈ കളിയിൽ എല്ലാ ടീം പ്ലെയേഴ്സ് എല്ലാം ശ്രമിച്ചിട്ട് ഒരു ഗോൾ എതിർ പോസ്റ്റിൽ അടിക്കാൻ ആയിട്ടില്ല. ആദ്യ 20 മിനിറ്റ് നമ്മൾ കളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അവൻ്റെ ഗെയിം പ്ലാനായിരുന്നു നമ്മൾ കളിപ്പിച്ചിട്ട് അവർക്ക് കിട്ടിയ ചാൻസ് അവർ ഗോൾ അടിക്കുകയായിരുന്നു. ലോൺ എന്നല്ല ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിലാണ് കളിച്ചത്, പക്ഷെ ലോൺ ഒരു അറ്റാക്കിംഗ് പ്ലെയറാണ്. ഫസ്റ്റ് ഗോൾ ലോണയുടെ കാലിൻ്റെ ഇടയിൽ കൂടെയാണ് പോകുന്നത്. ഫസ്റ്റ് ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയതോടെ ലോണ പിന്നെ ഫോർവേഡ് കളിക്കാൻ തുടങ്ങി. ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ ഒരാൾ കമ്മിയായി. രണ്ടാമത്തെ ഗോൾ 1-2 കളിച്ചാണ് മോഹൻ ബഗാൻ ഗോൾ അടിക്കുന്നത്. മൂന്നാമത്തെ ഗോൾ പിന്നെ സെറ്റ് പീസാണ്. ഇന്നലെ ശരിക്കും നോസദ് എന്ന പ്ലെയറിനെ മിസ് ചെയ്തു. ടീം മൊത്തം ശ്രമിച്ചിട്ട് ഒരു ഗോളും കൂടി അടിക്കാൻ പറ്റിയില്ല. ഇന്നലെ ശരിക്കും ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആയിരുന്നു ആവശ്യം, പക്ഷേ താരത്തിന് പരിക്കാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി 4 കളികളുണ്ട്. പ്ലേ ഓഫ് കളിക്കുക അതൊക്കെ സിമ്പിളാണ്, അതൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ പ്ലേ ഓഫ് പോയിട്ടും കാര്യമില്ല, അവിടുന്ന് തോറ്റിട്ട് വരുന്നതും കേട്ട് നല്ലത് ഇവിടുന്ന് തോൽക്കുന്നതാണ്.